നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്ന 7 ലെയറുള്ള മോഡലിലെ നെറ്റ്വർക്ക് ലെയറിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ പലവിധ കാര്യങ്ങൾ, നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മെയിൻലി അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, IP അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് DHCP എന്ന് പറയുന്നതാണ്, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. അതായത് ഒരു കമ്പ്യൂട്ടർ ഓണായി നെറ്റിലേക്ക് കണക്റ്റ് ആകുമ്പോൾ അതിൻ്റെ റൗട്ടറോ അല്ലെങ്കിൽ IP അഡ്രസ് നെറ്റ് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഡിവൈസ്, അത് ഈ ഓണായി വന്ന ഡിവൈസിന് ഒരു IP അഡ്രസ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് DHCP എന്ന് പറയുന്നത്. അത് 4 സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, IPv4 ഡാറ്റാഗ്രാം ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ ഡാറ്റാഗ്രാം, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, ഡാറ്റാഗ്രാം ഫോർമാറ്റ്, ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കെയാണ് പഠിക്കാനുള്ളത്. IPv4 ഡാറ്റാഗ്രാം സെക്യൂരിറ്റി, പിന്നെ ലാസ്റ്റ് ടോപ്പിക്ക് റൗട്ടിങ് അൽഗോരിതംസ് ആണ്. അപ്പോൾ അതാണ് ഒരു ഓവർവ്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, ഡാറ്റാഗ്രാം ഫോർമാറ്റ്, അതൊക്കെയാണ്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നമുക്കറിയാം. ഇൻ്റർനെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസസും, വേൾഡ് വൈഡ് വെബ് എന്നൊക്കെ പറയുന്ന ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസസും ഈ പറയുന്ന ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ കറക്റ്റായിട്ട് പാലിക്കും. അപ്പോൾ അതിനകത്ത് അങ്ങനെ സെൻഡ് ചെയ്യുന്ന ആ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പാലിക്കുന്ന എല്ലാ ഡിവൈസസും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം സെൻഡ് ചെയ്യുന്ന പാക്കറ്റ്സ് ആയിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. നമ്മുടെ എൻവലപ്പൊക്കെ പോലെ, എൻവലപ്പിൻ്റെ പുറത്ത് അഡ്രസ്സൊക്കെ എഴുതി അയക്കുന്ന പോലെ അങ്ങനെയുള്ള സാധനത്തിന് ഇതിൽ പറയുന്ന പേര് ഡാറ്റാഗ്രാം എന്നാണ്. പാക്കറ്റ്സ് യൂസ്ഡ് ബൈ IP ആർ കോൾഡ് ഡാറ്റാഗ്രാംസ്. ഡാറ്റാഗ്രാം ഈസ് വേരിയബിൾ ലെങ്ത് പാക്കറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 പാർട്സ്. അതിനകത്ത് 2 പാർട്ടുണ്ട്, ഒരു ഹെഡറും ഒരു പേലോഡും. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു എൻവലപ്പ് പോലെ അല്ലെങ്കിൽ ഒരു കവർ പോലെ, ഒരു കവറിനകത്തൊരു ലെറ്ററാണ്. അപ്പോൾ അകത്തുള്ള ആക്ച്വൽ ലെറ്ററിന് പേലോഡ് എന്ന് പറയും. അത് പുറത്തൊരു കവറിനകത്ത് ഇട്ട് വിടുന്നതിന്, ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടെ ഒരു കവറിൽ ഇടുന്നതിന് ഹെഡർ എന്ന് പറയും. അങ്ങനെ 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനി ഹെഡർ എന്ന് പറഞ്ഞാൽ 20 to 60 ബൈറ്റ്സ്. ഹെഡർ ഈസ് 20 to 60 ബൈറ്റ്സ് ഇൻ ലെങ്ത്. ബൈറ്റ്സ് ആണ്. ആൻഡ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ എസെൻഷ്യൽ ടു ദ റൗട്ടിംഗ് ആൻഡ് ഡെലിവറി. റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ, പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ ഹെഡറിലാണ് ഉള്ളത്. അതിനകത്ത് വേർഷൻ നമ്പർ എന്ന് പറയുന്നൊരു ഫീൽഡുണ്ട്. അത് 4-bit വേർഷൻ നമ്പറാണ്. ജനറലി IPv4 ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. V6 ഒക്കെ ഉണ്ട്, എന്നിരുന്നാലും V4 ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 4 ആയിരിക്കും. അപ്പോൾ ഒരു ഡാറ്റാഗ്രാം പാക്കറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു ഹെഡർ ഉണ്ടാവും, 20 to 60 ബൈറ്റ്സും, ഒരു പേലോഡും ഉണ്ടാവും. പേലോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡാറ്റയാണ് പേലോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് 31 ബിറ്റ് വീതം ഇങ്ങനെ ഇതൊക്കെ. അപ്പോൾ അതിൽ ആദ്യത്തെ 0 to 4 ബിറ്റ് എന്ന് പറയുന്നത് വേർഷൻ നമ്പർ. നമ്മൾ പറഞ്ഞു വേർഷൻ നമ്പർ അത് 4 ആയിരിക്കും സാധാരണ. ഇനി HLN, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നും താഴോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ സ്ട്രക്ചർ. സർവീസ് ടൈപ്പ് ഉണ്ട്, ടോട്ടൽ ലെങ്ത് ഉണ്ട്, അതായത് ഇത് എത്ര ലെങ്ത് ഉണ്ട് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ, ഓഫ്സെറ്റ്, ടൈം ടു ലീവ്, പ്രോട്ടോകോൾ, ഹെഡ്സം, സോഴ്സ് അഡ്രസ്, IP അഡ്രസ്, പിന്നെ ആക്ച്വൽ ഡാറ്റ ഓപ്ഷൻസ് പാഡിങ്, അതൊക്കെ ഉണ്ടാവും എന്താണെന്നുള്ള ഡീറ്റെയിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെഡറിനകത്തുള്ളത്. ബേസിക്കലി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റയൊന്നുമില്ല, പക്ഷേ ഡാറ്റയെ പറ്റിയുള്ള മെറ്റാ ഡാറ്റ, അതായത് ഇതിനകത്ത് ഇന്ന സാധനങ്ങളുണ്ടാവും, ഇതിൻ്റെ IP അഡ്രസ്സിൽ നിന്നാണ് വരുന്നത്, ഇതിൻ്റെ പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുന്നത്, ഇതിൻ്റെ സർവീസ് ഇന്നതാണ്, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഹെഡറിൻ്റെ ഓരോ ഫീൽഡിനെ പറ്റി നമുക്ക് പഠിക്കാം. ഹെഡർ ഈ പറഞ്ഞ പോലെ 20 to 60 ബൈറ്റ്സ് ഉണ്ടാവും. ഇതിപ്പം 31 ബിറ്റ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റാണ്. 4 ബൈറ്റ് വീതം 1, 2, 3, 4, 5 അഞ്ചെണ്ണം ഉണ്ട്. അപ്പം 5 into 4 20 ബൈറ്റ്സ് ഓൾറെഡി. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണ്ടിയതാണ്. അതാണ് 20 തൊട്ട് 60 ബൈറ്റ് വരെ ഉണ്ടാകാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഈ പറയുന്ന സാധനങ്ങൾ, ഓപ്ഷൻസ് പാഡിംഗ് എന്ന് പറയുന്നത് 0, അത് ചിലപ്പോഴേ ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കുക. ഉണ്ടെങ്കിൽ അത് 0 തൊട്ട് 40 ബൈറ്റ് വരെ ഉണ്ടാകും. അപ്പോൾ ഈ ആദ്യത്തെ 20 ബൈറ്റ് എന്തായാലും ഉണ്ട്, കാരണം ഓരോ ലൈനും എന്ന് പറയാൻ 32 ബിറ്റാണ്. 32 ബിറ്റ് എന്ന് പറയുന്നത് 4 ബൈറ്റാണ്. 4 വീതം 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ 20 ബൈറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നീട് ഓപ്ഷനാണ്, അതായത് 20 to 60 ബൈറ്റ് ഹെഡർ എന്ന് പറയുന്നത്. ഇനി ഈ ഹെഡറിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ HLN എന്ന് പറയുന്ന വേർഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ എഴുതിയിട്ടുണ്ട്.
വേർഷൻ നമ്പർ. ഇത് ഡാറ്റാഗ്രാമിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അടുത്തത് ഹെഡർ ലെങ്ത് ആണ്. ഹെഡർ ലെങ്ത് എന്ന് പറയുന്നത് 4 ബിറ്റ് ഹെഡർ ലെങ്ത് ആണ്. അതായത് ഈ ഹെഡറിന് 20 തൊട്ട് 60 വരെ ലെങ്ത് ഉണ്ടാവാമെന്ന് പറഞ്ഞില്ലേ, അതിൽ എത്രയുണ്ടെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഹെഡറിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളതാണ് കൃത്യമായിട്ട് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ അത് 4 ബിറ്റാണ്. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനകത്ത് ഇത്രയേ പറ്റത്തുള്ളൂ. എന്താ പറയുന്നത്, 2⁴ വരെ, അതായത് 16 വരെയുള്ള നമ്പേഴ്സേ അതിനകത്ത് പറ്റത്തുള്ളൂ. 0 തൊട്ട് 16 വരെ 15 വരെയുള്ള 16 നമ്പേഴ്സേ ഉള്ളൂ 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിഫൈൻസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഡാറ്റാഗ്രാം ഹെഡർ. ഇറ്റ് ഈസ് ഇൻ 4 ബൈറ്റ് വേർഡ്. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് പറയുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ലെങ്ത്. അതായത് 4 ബിറ്റിൽ 0 തൊട്ട് 15 വരെയുള്ള നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതിൽ 5 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. 5 റെപ്രസെൻറ്റ് ചെയ്താൽ 5 × 4 20 20 ബൈറ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഹെഡർ മിനിമം 20 ബൈറ്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ആ എച്ച് ലെങ്തിലെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്, ഇവിടുത്തെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. 5 1 0 0 1 ആണെന്ന് 5 അതായിരിക്കും മിനിമം വാല്യൂ 1. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 5 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 5 × 5 × 4 20 ബൈറ്റ് ഉണ്ടാവുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 4 ബൈറ്റ്. ഇത് എന്തുകൊണ്ടാണ് ഈ 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ, ഈ 32ൻ്റെ മൾട്ടിപ്പിൾസിലേ ഇതിൻ്റെ ലെങ്ത് വരത്തുള്ളൂ. അതുകൊണ്ടാണ് × 4 ചെയ്യാൻ പറ്റുന്നത്. × 4 ചെയ്യുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരും. ദ ഹെഡർ സൈസ് റേഞ്ചസ് ഫ്രം 5 to 15. 5 ആകുമ്പോൾ 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 4 20 മിനിമം ലെങ്ത് കിട്ടും. 15നെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 കിട്ടും. 15ആണ് 4 ബിറ്റ്. ഈ ഹെഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ബിറ്റേ ഉള്ളൂ. 4 ബിറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0 തൊട്ട് 15 വരെയുള്ള വാല്യൂസാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ 0 1 2 3 4 വരില്ല. കാരണം മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 20 ആണ്. 20 കിട്ടണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഇതിൻ്റെ മിനിമം വാല്യൂ 5 ആയിരിക്കും. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 15 ആയിരിക്കും. 15 ആണെങ്കിൽ ഹെഡറിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, 15 × 4 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കും. 15 × 4 എന്ന് പറഞ്ഞാൽ 60 ബൈറ്റ്സ് ആണ് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5നും 15നും ഇടയ്ക്ക് വേരി ചെയ്യും. വേർഷൻ 4 പറഞ്ഞു. എപ്പോഴും 4 ബിറ്റാണ്, പക്ഷേ എപ്പോഴും അല്ല. IPv4 ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ IPv4 പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ വാല്യൂ 4 എന്നായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. 100 എന്നായിരിക്കും അതിൻ്റെ വാല്യൂ കൊടുത്തേക്കുന്നത്. 0100 എന്നായിരിക്കും വാല്യൂ കൊടുത്തേക്കുന്നത്. അടുത്തത് സർവീസ് ടൈപ്പാണ്. അപ്പം ഇവിടെ 4 ബിറ്റും 8 ബിറ്റ് പോയി. പിന്നെ 8 തൊട്ട് 16 വരെയുള്ള ആ 8 ബിറ്റ് ഉപയോഗിക്കുന്നത് സർവീസ് ടൈപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി പല ഉപയോഗങ്ങളായിരുന്നു. ആദ്യകാലത്ത് ഇതിനൊരു ഉപയോഗമായിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇൻ ഒറിജിനൽ ഡിസൈൻ IP ദിസ് ഫീൽഡ് വാസ് റെഫേർഡ് ടു ആസ് ടൈപ്പ് ഓഫ് സർവീസ്. TOS എന്നായിരുന്നു അതിൻ്റെ പേര്. സർവീസ് ടൈപ്പ് എന്നാണ് ഇപ്പോൾ പേര്. പണ്ട് പേര് ടൈപ്പ് ഓഫ് സർവീസ് എന്നായിരുന്നു. വിച്ച് ഡിഫൈൻ ഹൗ ദ ഡാറ്റാഗ്രാം ഷുഡ് ബി ഹാൻഡിൽ. ഡാറ്റാഗ്രാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. എക്സാമ്പിൾ, അത് മിനിമൈസ് ഡിലേ. അതായത് ഒരു ഡാറ്റാഗ്രാം ഒരു റൗട്ടറിൽ വന്നാൽ ഉടനെ എന്നാ ചെയ്യേണ്ടത്, ഏറ്റവും ഡിലേ കുറച്ച് അവനെ അയക്കുകയാണോ വേണ്ടിയത്, ഇനി ഡിലേ ഇച്ചിരി വന്നാലും കുഴപ്പമില്ല, റിലയബിളായിട്ട് അയക്കുകയാണോ വേണ്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് എഴുതുന്നത്. മാക്സിമൈസ് ത്രൂപുട്ട്, അതായത് നമ്മുടെ ലിങ്കുകൾ അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ പോകുന്ന വയറുകൾ, ആ ലിങ്കുകൾ അതിലെപ്പോഴും ഡാറ്റ ഉണ്ടായിരിക്കണം. അതിലൊരിക്കലും ഐഡിലായിട്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് വൈഡ്ലി അങ്ങനെ യൂസ് ചെയ്തു. ഇറ്റ് വാസ് നെവർ വൈഡ്ലി യൂസ്ഡ് ആസ് ഒറിജിനലി ഡിഫൈൻഡ് ആൻഡ് മീൻസ് ഇറ്റ്സ് മീനിങ് ഹാവ് ബീൻ സബ്സിക്വൻ്റ്ലി റീഡിഫൈൻഡ്. പിന്നീട് അതിൻ്റെ മീനിങ് മാറി. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യേറ്റഡ് സർവീസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാനില്ല. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഡിഫറൻഷ്യേറ്റഡ് സർവീസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് സർവീസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രീതിയിലുള്ള സർവീസിന് ഇന്ന രീതിയിലാണ്. ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് അത്. സർവീസ് നമുക്ക് എങ്ങനെയുള്ള സർവീസാണ് നമുക്ക് വേണ്ടിയതെന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെയുള്ളത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു HL ലെങ്ത് ഉണ്ടായിരുന്നു, അത് ഹെഡറിൻ്റെ ലെങ്താണ്. ഇനി ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 16 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് 16 ബിറ്റ് ഫീൽഡ് ഡിഫൈൻസ് എ ടോട്ടൽ ലെങ്ത് ഹെഡർ പ്ലസ് ഡാറ്റ. ഇതിപ്പോൾ ഹെഡർ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഈ 20 തൊട്ട് 60 വരെ ബൈറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഡാറ്റ ഉണ്ടാവും.
അപ്പോൾ ഹെഡറും ഡാറ്റയും കൂടെ കൂടിയിട്ട് എത്ര ഉണ്ടെന്നുള്ളതാണ് ടോട്ടൽ ലെങ്ത് കൊണ്ട് ഓഫ് ദ IP ഡാറ്റാഗ്രാം ഇൻ ബൈറ്റ്സ്. എ 16-bit നമ്പർ ക്യാൻ ഡിഫൈൻ എ ടോട്ടൽ ലെങ്ത് ഓഫ് 65,535. അപ്പം 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ 1111 ടൈംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 65535. നമ്മൾ 64K എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. 64K എന്ന് പറഞ്ഞ് നമ്മൾ കമ്പ്യൂട്ടർ ടേംസിൽ പറയുന്നത് ഈ വാല്യൂനാണ്. 216 -1 ആണ്. 216 -1. However, the size of the datagram is normally much lesser than this. ഡാറ്റാഗ്രാമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിനെ കഴിഞ്ഞും ആക്ച്വലി കുറവാണ്. ഇത്രയും 16 ബിറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇത്രയും വരെ സൈസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത്രയും സൈസ് ഡാറ്റാഗ്രാമിന് ഇത് ഇൻ ടേംസ് ഓഫ് ബൈറ്റ്സ് ആണ് കേട്ടോ. എത്ര ബൈറ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. 65,000 അതിൻ്റെ വാല്യൂ എല്ലാം 1 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഡാറ്റാഗ്രാമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയും ബൈറ്റിലാണെന്നാണ്. However, the size of the datagram is normally lesser than this. ഇത്രയൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ഡാറ്റ, ടോട്ടൽ ലെങ്ത് എന്ന് ഇതിൻ്റെ ആദ്യത്തെ കുറേ ബൈറ്റ് എന്ന് പറയുന്നത് ഹെഡർ ആയിരിക്കും, പിന്നെ ആയിരിക്കും ഡാറ്റ ഉള്ളത്. അപ്പോൾ ഡാറ്റയുടെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്തിൽ നിന്ന് ഹെഡറിൻ്റെ ലെങ്ത് ഇൻറ്റു 4. ഹെഡറിൻ്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾസ് ഓഫ് 4ലാണ് പറയുന്നത്. 5 എന്ന് പറഞ്ഞാൽ ഹെഡർ ലെങ്ത് 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 × 4 20 ബൈറ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്ര ബൈറ്റ് ഉണ്ടെന്നുള്ളതാണ് ടോട്ടൽ ലെങ്തിൽ പറയുന്നത്. അതുപോലെ h-len × 4 ചെയ്യുമ്പോൾ ഹെഡറിൽ എത്ര ബൈറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ടോട്ടൽ ലെങ്തിൽ നിന്ന് ഹെഡറിൻ്റെ ലെങ്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡാറ്റയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ആക്ച്വൽ ഡാറ്റ ഉണ്ടാവുള്ളൂ. ബാക്കി ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളായിരിക്കും, അഡ്രസ്സും കാര്യങ്ങളും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലായിരിക്കും അതിനകത്തുള്ളൂ. One use of this field is that minimum payload length of the Ethernet frame is 46 bytes. അത് ഈ ടോട്ടൽ ലെങ്ത് എന്തിനാണെന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം വരാൻ പോകുന്നത്. അതായത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നൊരു ഫീൽഡ് എന്തിനാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഈതർനെറ്റ് ഫ്രെയിമിന് അല്ലെങ്കിൽ ഒരു ഡാറ്റാഗ്രാമിന് മിനിമം 46 ബൈറ്റ് വേണമെന്നാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ റെസ്ട്രിക്ഷൻ വെച്ചേക്കുന്നത്. ഇപ്പോൾ ചില കേസിൽ നമ്മൾ അയക്കുന്ന ഡാറ്റയിൽ 46 ബൈറ്റ് ഇല്ല എന്ന് വിചാരിക്കും. നമുക്ക് 46 ബൈറ്റുള്ള ആക്ച്വൽ ഡാറ്റ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ ബാക്കി ഇപ്പം നമ്മുടെ കേസിൽ 30 ബൈറ്റ് നമുക്ക് സെൻഡ് ചെയ്താൽ മതിയെന്ന് വിചാരിക്കാം. 30 ബൈറ്റ് സെൻഡ് ചെയ്താൽ മതിയെങ്കിലും നമുക്ക് 30 ബൈറ്റായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല. മിനിമം 46 ബൈറ്റെങ്കിലും സെൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 30 പോയിട്ടുള്ള ബാക്കി 16 ബൈറ്റിൻ്റെ സ്ഥാനത്ത് വെറുതെ 0 ഇട്ടുവിടും. 000 എന്ന് ഇട്ടുവിടും. അപ്പോൾ കിട്ടുമ്പോൾ 46 ബൈറ്റ് ഡാറ്റയാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ ആക്ച്വലി 30 കഴിഞ്ഞിട്ടുള്ള ബാക്കി ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അത് വെറും 0 വേസ്റ്റാണ്. അപ്പോൾ if the size of the datagram is less than 46, zeros are added to make it 46. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 30 ഉള്ളെങ്കിൽ അത് കഴിഞ്ഞ് കുറേ 0 ഇടും. 40 അത് ടോട്ടൽ ലെങ്ത് 46 ബൈറ്റ് ആകണം വരെ 0 ഇടും. When the receiver decapsulates the datagram, അപ്പോൾ റിസീവറുടെ സൈഡിൽ എത്തിക്കഴിയുമ്പോൾ it needs to check the total length field to determine how much is the real data. അപ്പം ഈ 30 കഴിഞ്ഞ് ബാക്കി 0 ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഡാറ്റ അല്ല, അത് വെറുതെ 0 ഇട്ടേക്കുന്നതാണോ, അത് ആക്ച്വലി അവിടെ 0 എന്ന് പറയുന്ന ഡാറ്റ ഉള്ളതാണോ എന്നൊക്കെ റിസീവർക്ക് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്ന ഫീൽഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്തിൻ്റെ വാല്യൂ അപ്പോൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. 30 ആകുമ്പോൾ അവന് എന്ത് മനസ്സിലാവും? ഓക്കെ 30 വരെയുള്ളത് ഡാറ്റയുള്ളൂ, 30 കഴിഞ്ഞ് 0 വെറുതെ ഇട്ടേക്കുന്നതാണെന്ന് അവന് മനസ്സിലാവും. അതാണ് ടോട്ടൽ ലെങ്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യത്തെ 4 ബൈറ്റിൻ്റെ പഠിച്ചു. അടുത്ത ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. ഐഡൻറ്റിഫിക്കേഷൻ, ഫ്ലാഗ്സ്, ഫ്രാഗ്മെൻറ്റേഷൻ, ഓഫ്സെറ്റ്, ഇത് 3 കൂടെയാണ്. ഐഡൻറ്റിഫിക്കേഷൻ, ഫ്ലാഗ്സ്, ഐഡൻറ്റിഫിക്കേഷൻ 16 ബിറ്റാണ്, ഫ്ലാഗ് 3 ബിറ്റാണ്, ഫ്രാഗ്മെൻറ്റേഷൻ, ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 13 ബിറ്റാണ്. എന്താണെന്ന് നമുക്ക് പഠിക്കാം. There are 3 fields are related to the fragmentation. ഇത് 3 ഫ്രാഗ്മെൻറ്റേഷനോട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഒന്നിച്ച് പറയുന്നത്. IP ഡാറ്റ where the size of the datagram is larger than the underlying network can carry. അപ്പോൾ അത് ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ് ഈ 3 പറയുന്നത്. ഈ 3 എന്ന് പറഞ്ഞാൽ 32 ബിറ്റിൽ പറയുന്നത് അത്രയാണ്. അപ്പോൾ അത് ഫ്രാഗ്മെൻറ്റേഷൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് ഈ അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഫ്രാഗ്മെൻറ്റേഷനാണ്. ഫ്രാഗ്മെൻറ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ഓരോ ഫീൽഡും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത ലൈനിലുള്ളത് ടൈം ടു ലീവ്, പ്രോട്ടോക്കോൾ, ഹെഡർ, ചെക്സം ഒക്കെയാണ്. ടൈം ടു ലീവ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവൻ അഡ്രസ്സ് കിട്ടിയെന്ന് വരത്തില്ല, ഇവൻ തെറ്റായി വേറെ സ്ഥലത്തേക്കൊക്കെ പോയെന്നൊക്കെ ഇരിക്കും. അങ്ങനെയാകുമ്പോൾ ഇവൻ നെറ്റ്വർക്കിൽ വെറുതെ ഇങ്ങനെ കിടന്ന് കുറേ നേരം കറങ്ങിക്കൊണ്ടിരിക്കും. ഇവൻ എവിടെയാണോ എന്ന് അറിയാൻ മേലാതെ കുറേ നേരം കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം കറങ്ങിക്കൊണ്ടിരുന്നാൽ നെറ്റ്വർക്കിൽ ട്രാഫിക്ക് കൂടും. ഇവൻ ഒരിക്കലും ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കത്തുമില്ല. ട്രാഫിക്കിൽ ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യമല്ലാത്തതുകൊണ്ട് ടൈം ടു ലീവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു വാല്യൂ കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടൈം ടു ലീവ് നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും 8 ബിറ്റാണ്. അത് പറഞ്ഞു കൊടുക്കും. ഡ്യൂ ടു സം മാൽ ഫങ്ഷനിങ് ദ റൗട്ടിംഗ് പ്രോട്ടോകോൾ ഡാറ്റാഗ്രാം മേ ബി സർക്കുലേറ്റിംഗ് ഇൻ ദ ഇൻ്റർനെറ്റ് വിസിറ്റിംഗ് സം നെറ്റ്വർക്ക്സ് ഓവർ ആൻഡ് ഓവർ വിത്തൗട്ട് റീച്ചിങ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ദിസ് മേ ക്രിയേറ്റ് എക്സ്ട്രാ ട്രാഫിക്. അതപ്പോൾ ഈ ട്രാഫിക്ക് കൂട്ടും. ടൈം ടു ലീവ് ഫീൽഡ് ഈസ് യൂസ് ടു കൺട്രോൾ ദ മാക്സിമം നമ്പർ ഓഫ് ഹോപ്സ് വിസിറ്റഡ് ബൈ ദ ഡാറ്റാഗ്രാം. അപ്പോൾ ടോട്ടൽ ടൈം ടു ലീവ് എന്ന് പറയുന്നത് എത്ര ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റൗട്ടറിൽ നിന്ന് മറ്റൊരു റൗട്ടറിലേക്ക് പോകുന്നതിനാണ് ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ മാക്സിമം എത്ര എണ്ണം പോകണം എന്നുള്ളതാണ് നമ്മുടെ ടൈം ടു ലീവിൽ പറഞ്ഞു കൊടുക്കുന്നത്. വെൻ ദ സോഴ്സ് ഹോസ്റ്റ് സെൻസ് എ ഡാറ്റാഗ്രാം ഇറ്റ് സ്റ്റോർ എ നമ്പർ. അത് അതിലൊരു നമ്പർ സ്റ്റോർ ചെയ്ത് വെക്കും. This value is approximately 2 times the maximum number of routers between the two hosts. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് ടൈം ടു ലീവ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് അതിനകത്ത് സെൻഡ് ചെയ്ത് വെക്കും. എയിൽ നിന്ന് ബിയിൽ എത്താനായിട്ട് 4 റൗട്ടറിൽ കൂടെ കടന്നു പോകണമെന്ന് വിചാരിക്കുക. 4 റൗട്ടറിൽ കൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ ടൈം ടു ലീവ് എന്ന് പറയുന്ന ഫീൽഡ് 8 സെറ്റ് ചെയ്ത് വെക്കും. അതായത് മാക്സിമം 8 ഇവൻ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ലെങ്കിൽ ഈ പാക്കറ്റ് കളഞ്ഞേക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇരട്ടി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പോയി കിട്ടിയില്ല, വീണ്ടും കറങ്ങി വീണ്ടും ആ റൂട്ടിൽ കൂടെ പോകുമ്പോഴും അവൻ അതിനകത്ത് കയറണം. അപ്പം മാക്സിമം 4 ഹോപ്സ് മതി. പക്ഷേ എന്നാലും 4 മാക്സിമം അല്ല, സാധാരണ 4 ഹോപ്പ് കൊണ്ട് എത്തേണ്ടതാണ്. എങ്കിലും 4 ഹോപ്പ് എന്ന് പറഞ്ഞാൽ 4 റൗട്ടറിൽ കൂടെ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ അവിടെ എത്തേണ്ടതാണ്. പക്ഷേ എത്തിയില്ല എങ്കിലും മാക്സിമം 8 വരെ പോയി നോക്കിയാൽ മതി. 8 എത്തിയില്ല എങ്കിൽ ഇവനെ കളഞ്ഞേക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു റൗട്ടറിൽ നിന്ന് ഇവൻ അടുത്ത റൗട്ടറിലേക്ക് പോകുമ്പോൾ ആ റൗട്ടർ ഇവൻ്റെ വാല്യൂ 8 ആണെങ്കിൽ ഇപ്പോൾ ആ റൗട്ടറിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ വാല്യൂ 8 ആണെങ്കിൽ ആ റൗട്ടറിൽ നിന്ന് പോകുമ്പോൾ വാല്യൂ 7 വിടും. അങ്ങനെ 0 ആക്കി കഴിഞ്ഞ് ഒരു റൗട്ടറിൽ എത്തുമ്പോൾ 0 ആയ ആ റൗട്ടർ പിന്നെ എന്ത് ചെയ്യും, പിന്നെ എങ്ങോട്ടും പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, ഡിസ്കാർഡ് ചെയ്ത് വിടും. നമ്മൾ പിള്ളേരോടൊക്കെ വഴി പറഞ്ഞു വിടുന്ന പോലെ, മോനെ ഇവിടുന്ന് 4ാമത്തെ വീടാണ്, നീ ഓരോ വീട്ടിലും കയറി ചോദിച്ച് പോകും. പക്ഷേ 8ാമത്തെ വീട് വരെ എത്തിയിട്ട് നീ കണ്ടില്ലെങ്കിൽ നീ തിരിച്ചു വരുന്നു പറഞ്ഞ് വിടുന്ന പോലെയാണ് വിടുന്നത്. Each router that processes the datagram decrements the number by 1. If the value after being decremented is 0, the router discards the packet. ഇപ്പോൾ 0 ആയി കഴിഞ്ഞാൽ പിന്നെ ആ റൗട്ടർ അതെങ്ങോട്ടും അയച്ചു കൊടുക്കില്ല. അപ്പോൾ അതാണ് ടൈം ടു ലീവ്. പിന്നത്തെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഷോസ് ദ പ്രോട്ടോകോൾ യൂസ്ഡ് ബൈ ദ പേലോഡ്. പേലോഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. ആ ഡാറ്റയിലുള്ള ഇതെന്താണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദിസ് ഫീൽഡ് പ്രൊവൈഡ്സ് മൾട്ടിപ്ലെക്സിങ് അറ്റ് ദ സോഴ്സ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിങ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് മൾട്ടിപ്ലെക്സ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോട്ടോകോൾ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. സം പ്രോട്ടോകോൾസ് ആൻഡ് ദ വാല്യൂസ്. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോട്ടോകോൾ ഈ പറയുന്ന പോലെ 8 ബിറ്റാണ് പ്രോട്ടോകോൾ. അപ്പോൾ 8 ബിറ്റിൽ പ്രോട്ടോകോളിൽ നമുക്ക് 8 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് 256 വാല്യൂസ് പറ്റും. അപ്പോൾ അതിൽ ഓരോ വാല്യൂ, ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ICMP പ്രോട്ടോക്കോളാണ്, 2 എന്ന് പറഞ്ഞാൽ IGMP പ്രോട്ടോക്കോളാണ്, 6 എന്ന് പറഞ്ഞാൽ TCP ആണ്, 17 എന്ന് പറഞ്ഞാൽ UDP യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ്, 89 എന്ന് പറഞ്ഞാൽ OSFP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രോട്ടോക്കോൾ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് 8 ബിറ്റാണ്. നമ്മുടെ ടൈം ടു ലീവ് എന്ന് പറയുന്നതും 8 ബിറ്റാണ്. അപ്പോൾ ഇവിടുത്തെ 8 8 16 പിന്നെ ഹെഡർ ചെക്സം ഉണ്ട് 16 ബിറ്റ്. ചെക്സം നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി അറിയാവുന്നതാണ്. എറർ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ചെക്സം. നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ 4th മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. IP does not have any error checking mechanism for the payload. ചെക്സം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുമ്പോൾ ഈ പേലോഡ്, അതായത് ഡാറ്റയിൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല. ബട്ട് ഇറ്റ് ഹാസ് എ ചെക്സം ഫീൽഡ് ടു എൻഷുർ ഹെഡർ ഇൻഫർമേഷൻ. ഈ ഡാറ്റയിലുള്ള പാർട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയാൻ മാർഗ്ഗമില്ല. പക്ഷേ ഹെഡറിൽ തെറ്റ് വന്നിട്ടുണ്ടോ, അതായത് സോഴ്സും ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സൊക്കെ വന്ന വഴിക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് മാർഗ്ഗമുണ്ട്. ചെക്സം നമുക്കറിയാം എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Received on the destination without any alternation or correction. Since the value of the source field such as TTL, time to leave, which are related to fragmentation and options may change from router to router, the checksum needs to recalculate at each router. അതായത് ചെക്സം എന്ന് പറഞ്ഞാൽ ഇത്രയും ഉള്ള ഡാറ്റ ഉണ്ടല്ലോ, ഇത്രയുള്ള ഡാറ്റ, അതായത്
ഹെഡറിനകത്തുള്ള ഹെഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സിലുള്ള ഡാറ്റ തെറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്സം ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ഈ ടൈം ടു ലീവ് എന്നൊക്കെ പറയുന്നത് ഓരോ റൗട്ടർ ചെല്ലുമ്പോഴും മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാല്യൂ മാറിയാൽ വീണ്ടും ചെക്സമിൻ്റെ വാല്യൂ വീണ്ടും മാറ്റണം, ഇല്ലെങ്കിൽ അത് തെറ്റിപ്പോകും. കാരണം മറ്റേടത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് 8 ആയിരുന്നു 7 ആയെങ്കിൽ ചെക്സം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റായി പോകും. അപ്പോൾ ഓരോ റൗട്ടർ ചെല്ലുമ്പോഴും ഇപ്പോൾ ഈ പറയുന്ന ചെക്സമിൻ്റെ വാല്യൂ റീകാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമാണ്. നമുക്കറിയാം സോഴ്സ് IP അഡ്രസ്സാണ് 32 ബിറ്റാണ്, ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സാണ്. IP അഡ്രസ്സ് 32 ബിറ്റാണ്. അപ്പോൾ അത് 32 ബിറ്റ് വീതം അവിടെ ഉണ്ടാവും. The value of these fields must remain unchanged during the IP datagram travel from the source host to destination host. പിന്നെ ഉള്ളത് ഓപ്ഷനാണ്. ഓപ്ഷൻ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. ഓപ്ഷൻസ് ഉള്ളതിൽ നിന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാവും. can have up to 40 bytes of option. Option can be used for network testing, debugging. നെറ്റ്വർക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എറർ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഓപ്ഷൻസ് ഫീൽഡ് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് നെറ്റ്വർക്ക് പ്രോപ്പറാണ്, ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ ഒരിക്കലും ഓപ്ഷൻസ് ഫീൽഡ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അവിടെ വരെയാണ് ഹെഡർ കഴിഞ്ഞ് പേലോഡ് എന്ന് പറയുന്നതാണ് ആക്ച്വൽ ഡാറ്റ. പേലോഡ് ഈസ് എ പാക്കറ്റ് കമ്മിങ് ഫ്രം ദ അതർ പ്രോട്ടോകോൾ ദാറ്റ് യൂസ് സർവീസ് ഓഫ് IP. അതായത് IP അല്ലാത്ത ഡാറ്റയല്ല, ഇതിന് മേളിലുള്ള ഡാറ്റയിൽ നിന്നും കുറച്ച് ഡാറ്റയുടെ മേളിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ അകത്തൊരു ലെറ്ററാണ് ഇടുന്നതെങ്കിൽ ലെറ്ററിൻ്റെ മേളിൽ എന്താ പറയുന്നത്, അത് അയച്ച ആളുടെ സിഗ്നേച്ചറും എവിടെ നിന്നാണ് അയക്കുന്നത്, ആർക്കാണ് അയക്കുന്നത്, ഫ്രമ്മും ടു ഒക്കെ ലെറ്ററിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അപ്പോൾ അതിനകത്തെ ആ സബ്ജക്റ്റിൻ്റെ താഴെയുള്ളതായിരിക്കും ആക്ച്വൽ ലെറ്റർ. എന്നിരുന്നാലും കുറേ അഡീഷണൽ ഇൻഫർമേഷൻ, അതായത് ഈ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്ന ലെയറിന് മേളിലുള്ള ലെയറിൽ നിന്ന് ഇതിലേക്ക് കിട്ടുന്ന ഡാറ്റ എല്ലാമാണ് പേലോഡ് എന്ന് പറയുന്നത്. അതിൽ നെറ്റ്വർക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് അഡീഷണൽ ഫീൽഡ്സ്, അതായത് എൻവലപ്പിനകത്ത് ഇട്ടു, പുറത്തൊരു അഡ്രസ്സ് എഴുതി, സ്റ്റാമ്പ് ഒട്ടിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നെറ്റ്വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഹെഡറിൽ വരുന്നത്. ഇനി ഞാനിവിടെ പറഞ്ഞു, ഇവിടെ ഈ ഐഡൻറ്റിഫിക്കേഷൻ ഫ്ലാഗ്സ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഫീൽഡുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഫ്രാഗ്മെൻറ്റേഷൻ നമ്മൾ പിന്നീട് ഡീറ്റെയിലായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ ഒന്നിനെ പലതായിട്ട് ഫ്രാഗ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മുറിച്ചെടുക്കുന്നതിനാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. There will be a number of protocols in the network that are connected through routers. Each router decapsulates the hyperdatagram from the frame it receives, processes it, and then encapsulates into another frame. The frame length in each protocol will be different. ഓരോ പ്രോട്ടോക്കോളിലും ഫ്രെയിമിൻ്റെ ലെങ്തിന് വ്യത്യാസം ഉണ്ടാവും. ചിലത് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. The maximum payload length that can encapsulate in a frame is called. ഒരു ഫ്രെയിമിൽ എൻക്യാപ്സുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പേലോഡിൻ്റെ ലെങ്തിനാണ് മാക്സിമം ട്രാൻസ്ഫർ യൂണിറ്റ് അല്ലെ MTU എന്ന് പറയും. MTU ഈതർനെറ്റ് ഫ്രെയിമിൽ 1500 ബൈറ്റാണ്. 1500 ബൈറ്റ് വരെ ആവാം. അപ്പം അങ്ങനെ 1500 ഞാൻ പറഞ്ഞു. നമ്മുടെ ഇവിടെ ഡാറ്റാഗ്രാമിൻ്റെ സൈസ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്ന ഫീൽഡിൽ സൈസ് ഉണ്ട്. അത് 65,535 വരെ ആവാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയുന്നത് എന്താണ്, ഇപ്പം MTU ഇൻ ആൻ ഈതർനെറ്റ് ഫ്രെയിമിൽ 1500 ബൈറ്റ് വരെ നമുക്ക് ഒരു ഫ്രെയിമിൽ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ വലിയ 3000 ബൈറ്റുള്ളതാണ് വരുന്നതെങ്കിൽ ഇവനെ നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 1500 ബൈറ്റ് വീതമുള്ള രണ്ടായിട്ട് അയക്കും. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. When a datagram is to be propagated from link with larger MTU, maximum transfer rate കൂടുതലുള്ളതിൽ നിന്ന് to link with smaller MTU, then the router that connects these two links divides the datagram accordingly. അതായത് ഒരു റൗട്ടറിലേക്ക് ഡാറ്റ വരുന്നത് കൂടുതൽ ഡാറ്റ റേറ്റ് ഉള്ള ഒരു ടെക്നോളജിയാണ്. അതിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷേ അത്രയും ഡാറ്റ MTU അത്രയും ഡാറ്റ ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ റൗട്ടർ, അതായത് ഒരു വയേർഡ് ഡാറ്റയാണ് വരുന്നത്, അതിൽ നിന്ന് പോകുന്നത് വയർലെസ് ആണ്. അപ്പോൾ വയേർഡിൽ കൂടെ കൂടുതൽ വലിയ ഡാറ്റ ഒന്നിച്ച് വരാൻ പറ്റും, പക്ഷേ വയർലെസ്സിൽ കൂടെ ചെറിയ ചെറിയ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വയറിൽ നിന്ന് ഒന്നിച്ച് വരുന്ന ബിഗ് ഡാറ്റേനെ ഇവൻ മുറിച്ച് പല പല കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതാക്കിയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഡാറ്റാഗ്രാം മേ ബി ഫ്രാഗ്മെൻറ്റഡ് മെനി ടൈംസ് ഇൻ മെനി റൗട്ടേഴ്സ് ബിഫോർ ഇറ്റ് റീച്ചസ് ഡെസ്റ്റിനേഷൻ. ഓൾ ദ ഫ്രാഗ്മെൻറ്റ്സ് ആർ റിയസ്. അപ്പോൾ അങ്ങനെ ഡാറ്റ പല സ്ഥലത്തും ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അതിൻ്റെ സൈസ് കുറയുകയോ കൂടുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഇവനെ പൊളിച്ചെടുക്കുകയും കൂട്ടുകയും വീണ്ടും കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്യും.
all the fragments are reassembled only at the destination device. അപ്പോൾ അവ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി കഴിയുമ്പോഴേ ഉള്ളൂ ഈ പാക്കറ്റിനെ വീണ്ടും തിരിച്ച് ഒന്നിച്ച് ഒരേ പാക്കറ്റ് ആക്കത്തുള്ളൂ. If each fragmentation, most of the header information are copied to all fragments except flags. അതായത് ഈ പറയുന്ന ഡാറ്റ ഇല്ലേ, ഇതിപ്പോൾ ഒരു 3000 ബൈറ്റുള്ള ഒരു ഇതാണ് വരുന്നത്, ഒരു ഡാറ്റയാണ് വരുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ഒരു പർട്ടിക്കുലർ ലിങ്കിൽ, അതായത് ഇവൻ കുറേ സ്ഥലം പോയി, കുറേ ദൂരം ട്രാൻസ്ഫർ ചെയ്ത് പോയി. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരം വരെ പോവുകയാണ്. തിരുവനന്തപുരം വരെ പോയപ്പോൾ കോട്ടയം വരെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് വലിയ ലോറിയിലാണ് ഡാറ്റ കൊണ്ടുപോയത്. പക്ഷേ കോട്ടയത്തു നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റൂട്ടിൽ വലിയ ലോറി പോകില്ല, ചെറിയ ലോറിയെ പോകുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഈ വലിയ ലോറിയെ കൊണ്ടുവന്നതിനാൽ നമ്മൾ ചെറിയ ലോറിയിൽ പാർട്സായിട്ട് കയറ്റും, പാർട്സായിട്ട് മുറിച്ച് കയറ്റും. എന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോഴത്തേക്കും ചങ്ങനാശ്ശേരി വരെയുള്ള വഴിക്ക് വീതി കുറവോ എന്തെങ്കിലും റീസൺ കൊണ്ട് കുറച്ച് ഡാറ്റയെ പോകുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവനെ എല്ലാം മുറിക്കും. ഇതിനകത്ത് ഡാറ്റയുണ്ട്, ഡാറ്റേനെ രണ്ടായിട്ട് മുറിക്കും. അതുപോലെ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഓരോന്നിനും നമ്മൾ ഹെഡർ ഇൻഫർമേഷൻ ആഡ് ചെയ്യും. അപ്പോൾ ഈ വേർഷൻ എന്ന് പറയുന്നത് അതിലും ഇതിലും സെയിം ആയിരിക്കും. ഹെഡർ ലെങ്ത് എന്ന് പറയുന്നത് മിക്കവാറും അതിലും ഇതിലും സെയിം ആയിരിക്കും. ഇനി സർവീസ് ടൈപ്പ് എന്ന് പറയുന്നത് അതിലും ഇതിലും സെയിം ആയിരിക്കും. രണ്ടിലും ഒരേ സർവീസാണ് വേണ്ടത്, കാരണം ഒരെണ്ണത്തെ രണ്ടായിട്ട് മുറിച്ചതാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് വ്യത്യാസം വരും. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നേരത്തേതിൻ്റെ പകുതിയായിരിക്കും രണ്ടിലും വരിക. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിലെല്ലാം ഈ 3 ഫ്ലാഗിൽ കറക്റ്റായിട്ട് വ്യത്യാസം വരും. അതുപോലെ ടൈം ടു ലീവ് രണ്ടിനും ഒരേപോലെ ആയിരിക്കും. രണ്ടിലെ പ്രോട്ടോക്കോൾ ഒന്നായിരിക്കും, രണ്ടിൻ്റെ സോഴ്സ് IP അഡ്രസ്സ് ഒന്നായിരിക്കും, രണ്ടിൻ്റെയും ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് ഒന്നായിരിക്കും. ഹെഡർ ചെക്ക് സമ്മിൽ വ്യത്യാസം വരും, കാരണം എല്ലാ വാല്യൂവും വെച്ചിട്ടാണ് ഹെഡർ ചെക്ക് സം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റയിലൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ട് ചെക്ക് സമ്മിലും വ്യത്യാസം വരും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു പാക്കറ്റിനെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ അതിൻ്റെ ഹെഡറിലെ മിക്ക ഇൻഫർമേഷനും ചേഞ്ച് ചെയ്യത്തില്ല. എവിടെയായിരുന്നു അവനെ സ്മോളർ റീഅസംബ്ലേഷൻ അത് ഉള്ളൂ. ഡാറ്റാഗ്രാംസ് ആർ റിലേറ്റഡ് ടു ഫ്രാഗ്മെൻറ്റേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ഈസ് എ കോമ്പിനേഷൻ വിത്ത് IP അഡ്രസ് ഐഡൻറ്റിഫൈസ് എ ഡാറ്റാഗ്രാംസ്. അപ്പോൾ ഇത് ഫീൽഡ്സ് റിലേറ്റഡ് ടു ഫ്രാഗ്മെൻറ്റേഷൻ ആണ് പറയുന്നത്. ദെയർ ആർ 3 fields in an IP ഡാറ്റാഗ്രാം ദാറ്റ് ആർ റിലേറ്റഡ് ടു ഫ്രാഗ്മെൻറ്റേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ഫ്ലാഗ്സ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. അപ്പോൾ ഇത് എല്ലാം കൂടെ 32 ബിറ്റുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ, ഫ്ലാഗ്, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. The 16-bit identification field is a combination with the source IP address identifies the datagrams originating from the source host. ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് IP അഡ്രസ്സും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ജനറേറ്റ് ചെയ്യുന്നൊരു ഫീൽഡാണ്. ദ സെൻറ്റർ കീപ്സ് എ കൗണ്ടർ whose value is used as the identification number. അപ്പോൾ ഒരു സെൻറ്റർ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കൗണ്ടർ 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യും. അതും ഈ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദിസ് വാല്യൂ ഈസ് കോപ്പീഡ് ടു ഓൾ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ദ സെയിം ഡാറ്റാഗ്രാം. അതായത് ഇത് ഒരു ഡാറ്റാഗ്രാമിനെ പലതായിട്ട് മുറിച്ചതാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൗണ്ടറും അതിൻ്റെ സോഴ്സ് അഡ്രസ്സും കൂടെ കൂട്ടിച്ചേർത്ത ഒരു വാല്യൂ ആയിരിക്കും. സോഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 32 ബിറ്റാണ്. 32 ബിറ്റ് മൊത്തം ഈ 16 ബിറ്റിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് മൊത്തം എടുക്കില്ല, അതിൻ്റെ ഒരു പാർട്ടായിരിക്കും എടുത്തേക്കുന്നത്. ആ പാർട്ടും ഒരു കൗണ്ടറും കൂടിയായിരിക്കും എടുത്തേക്കുന്നത്. അപ്പോൾ ആ കൗണ്ടർ ഇവനെ ഒരു ഫ്രാഗ്മെൻറ്റിനെ രണ്ടായിട്ട് മുറിക്കുമ്പോഴും അതിൻ്റെ കൗണ്ടർ നമ്മൾ സെയിം ആയിട്ട് തന്നെ വെക്കും, കാരണം ഇവൻ രണ്ടും ഒരാളിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ. അത് എല്ലാത്തിലും കോപ്പി ചെയ്ത് വെക്കും, കാരണം ഇതെല്ലാം ഒരെണ്ണത്തിൽ നിന്ന് വന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് 3ആയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ 3ലും ഇതിൻ്റെ വാല്യൂ ഒന്നായിരിക്കും. ഇനി 3-bit ഫ്ലാഗ് ഫീൽഡ് ഡിഫൈൻസ് 3 flags. പിന്നെ ഉള്ളത്, അപ്പോൾ ആദ്യത്തെ 16 ബിറ്റ് അതാണ്. പിന്നെ ഉള്ളത് 16ലെ 3 ബിറ്റ് എന്ന് പറയുന്നത് ഫ്ലാഗാണ്. അതിൽ ലെഫ്റ്റ് മോസ്റ്റ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കാത്തതാണ്. സെക്കൻഡ് ബിറ്റ് എന്ന് പറയുന്നത് D ബിറ്റാണ്. D ബിറ്റ് ഡു നോട്ട് ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്ന ബിറ്റാണ്. അതായത് ഈ ഡാറ്റാഗ്രാമിനെ അല്ലെങ്കിൽ ഈ പാക്കറ്റിനെ സ്പ്ലിറ്റ് ചെയ്യരുത്, പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യരുതെന്ന് പറയുന്നതാണ്. അപ്പോൾ ഇഫ് ദ വാല്യൂ ഈസ് 1 ദ മെഷീൻ മസ്റ്റ് നോട്ട് ഫ്രാഗ്മെൻറ്റ്. അതായത് ഇതിൻ്റെ ഡാറ്റ ഒന്നിച്ച് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ വിടണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. 1 ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അതായത് വലിയ പാക്കറ്റാണ്, ഇനി അവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടതിൽ അത്രയും വലിയ പാക്കറ്റ് ഒന്നിച്ച് വിടാൻ പറ്റില്ല, ഫ്രാഗ്മെൻറ്റ് ചെയ്യണം എന്നൊരു സാഹചര്യം വന്നാലും ആ ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യില്ല, ബാക്കിയായിട്ട് ഡിസ്കാർഡ് ചെയ്യും. ഇഫ് ദ വാല്യൂ ഈസ് 1 ദ മെഷീൻ മസ്റ്റ് നോട്ട് ഫ്രാഗ്മെൻറ്റ് ഡാറ്റ
ഇഫ് ഇറ്റ് കനോട്ട് പാസ് ദ ഡാറ്റാഗ്രാം ത്രൂ ദ അവൈലബിൾ ഫിസിക്കൽ നെറ്റ്വർക്ക് ഇറ്റ് ഡിസ്കാർഡ്. അതാണ് അതിൽ കൂടെ പോകാൻ പറ്റുന്ന ഇത്രയും വലുത് അതിൽ കൂടെ സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ സ്പ്ലിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യും. ആൻഡ് സെൻസ് ആൻ ICMP എറർ. ICMP എറർ ഒരു മെസ്സേജ് സോഴ്സിലേക്ക് സെൻഡ് ചെയ്യും. അതായത് ഇവൻ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല എന്ന് സോഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് 0 ദ ഡാറ്റാഗ്രാം ക്യാൻ ബി ഫ്രാഗ്മെൻറ്റഡ്. 0 ആണെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഫ്ലാഗ് ബിറ്റ് എന്ന് പറയുന്നത് മോർ ഫ്രാഗ്മെൻറ്റ് ബിറ്റാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് 1 ഇറ്റ് മീൻസ് ദാറ്റ് ദ ഡാറ്റാഗ്രാം ഇസ് നോട്ട് ദ ലാസ്റ്റ് ഫ്രാഗ്മെൻറ്റ്. ഒരെണ്ണത്തെ പലതായിട്ട് ഫ്രാഗ്മെൻറ്റ് ചെയ്താൽ അതിലെ ലാസ്റ്റ് ഫ്രാഗ്മെൻറ്റിന് മാത്രം 0 എന്നുള്ള വാല്യൂ ആയിരിക്കും കൊടുത്തതെങ്കിൽ ബാക്കി എല്ലാത്തിലും 1 കൊടുക്കും. അപ്പോൾ 1 കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ, വേറൊരു ഫ്രാഗ്മെൻറ്റും കൂടി ഉണ്ട് ഇതിൻ്റെ പുറകെ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. There are more fragments after this one. If the value is 0 it means it is the last fragment. 0 ആണെങ്കിൽ അത് ലാസ്റ്റ് ഫ്രാഗ്മെൻ്റ് ആണെന്ന് മനസ്സിലാവും. ഇനി 13-bit ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 0 തൊട്ട് 4000 ബൈറ്റുള്ള ഒരു പാക്കറ്റിനാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 1500 മാക്സിമം പറ്റുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവനെ 4000-നെ 3 ഡിവൈഡ് ചെയ്യും. അപ്പോൾ 0 തൊട്ട് 1400 വരെ ആദ്യത്തേത്, 1400 തൊട്ട് 2799 അത് ചെറിയൊരു വാല്യൂ വരത്തക്ക രീതിയിൽ ഡിവൈഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 2800 തൊട്ട് 4000 വരെ അടുത്തത്. അപ്പോൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഈ 4000 ബൈറ്റ്സ് ഉണ്ടല്ലോ, ഈ 4000 ബൈറ്റ്സ് 0 തൊട്ട് 139 വരെയാണ് ആദ്യത്തെ ഫ്രാഗ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ആ ഫ്രാഗ്മെൻറ്റ് ബൈറ്റിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ് ആയിരിക്കും. അതായത് 0 തൊട്ടാണല്ലോ തുടങ്ങുന്നത്. എന്നിട്ട് /8 = 0 എന്ന് കൊടുക്കും. അടുത്ത ഫ്രാഗ്മെൻറ്റിലെ ഓഫ്സെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1400 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1400-ാമത്തെ ബൈറ്റ്, 1400-ാമത്തെ ബൈറ്റാണ് ഇതിൽ തുടങ്ങുന്നതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് 2800 ആണെന്ന് മനസ്സിലാവും. 2800 ആണെന്നുള്ള കാര്യവും മനസ്സിലാവും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 13-bit fragmentation object field that is relative position of the fragment with respect to the whole datagram. ഈ ഫ്രാഗ്മെൻറ്റ് ഹോൾ ഡാറ്റാഗ്രാമിൽ ഏകദേശം എത്രാമത് വരും, അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ വരും എന്നുള്ളതാണ് അതിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ ഓഫ്സെറ്റ് ഓഫ് ദ ഡാറ്റ ഇൻ ദ ഒറിജിനൽ ഡാറ്റാഗ്രാം മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് 8 bytes. 8 ബൈറ്റിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഓഫ്സെറ്റ് ഓഫ് ദ ഡാറ്റ ഇൻ ദ ഒറിജിനൽ ഡാറ്റാഗ്രാം മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് 8 bytes. 8 ബൈറ്റ് വീതം എത്രാമത്തേതിലാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാവും. ഫിഗർ ഷോസ് ദ ഡാറ്റാഗ്രാം വിത്ത് എ ഡാറ്റ സൈസ് ഓഫ് 4000 bytes ഫ്രാഗ്മെൻറ്റഡ് ഇൻറ്റു 300. ദ ബൈറ്റ്സ് ഇൻ ദ ഒറിജിനൽ ഡാറ്റാഗ്രാം ആർ നമ്പർ. ഇതുണ്ട്. ആദ്യത്തെ 0 തൊട്ട് 399 വരെയുണ്ട്. The first fragment carries bytes 0 to 1399. The offset of this datagram is 0/8. അതായത് 8 ബൈറ്റ്, യൂണിറ്റ് ഓഫ് 8 ബൈറ്റിലാണെന്നാണ്. അപ്പോൾ 0 തൊട്ട് 8 ബൈറ്റ് അതിൻ്റെ ഡാറ്റ ഉള്ളത്. സെക്കൻഡ് ഫ്രാഗ്മെൻറ്റിൽ 1400 to 2099 ആണ്. ദ ഓഫ്സെറ്റ് വാല്യൂ ഫോർ ദിസ് ഫ്രാഗ്മെൻറ്റ് ഇസ് 1400/8 എന്ന് പറയും. /8 8 ബൈറ്റാണ്. അപ്പം അതിനകത്ത് എത്രയാണ്, 175 എണ്ണം ഉണ്ട്. 1400/8 എന്ന് പറയും. പിന്നെ finally the third fragment carries the byte 2800 to 39. The offset values for this fragment is 2800. 2800 തുടങ്ങുന്നത് ഡിവൈഡഡ് ബൈ /8 എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഓഫ്സെറ്റിൽ കൊടുത്തേക്കുന്ന വാല്യൂ 350 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 350 × 8 2800 ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ബിറ്റ്. ഇതിങ്ങനെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ആകെ 13 ബിറ്റേ ഉള്ളൂ. 13 ബിറ്റിൽ എല്ലാ വാല്യൂ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ള വാല്യൂവിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് 0 ആണെങ്കിൽ 0 × 8 0 ആണ് ഓഫ്സെറ്റ് തുടങ്ങുന്നത്. 175 ആണ് കൊടുക്കുന്നതെങ്കിൽ 175 × 8 1400 ഇവൻ തുടങ്ങുന്നത്. അല്ല റിലേറ്റീവ് പൊസിഷനാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മൂന്ന് ഫ്രാഗ്മെൻറ്റ് നമുക്ക് വന്നു. ആദ്യത്തേൻ്റെ നമ്പർ 0 ആണ്, രണ്ടാമത്തെ 175 ആണ്, ഒന്നാമത്തെ 350 ആണെങ്കിൽ നമുക്ക് റിലേറ്റീവ് പൊസിഷൻ മനസ്സിലാകും. 0 ആണ് ആദ്യം വരേണ്ടത്. അത് കഴിഞ്ഞാൽ അടുത്ത വലുത് 175 ആണ്. അതായത് 0യുടെ ഡാറ്റാഗ്രാം കഴിഞ്ഞ അടുത്ത ഡാറ്റാഗ്രാം ഇതാണ്, അതിൻ്റെ അടുത്ത ഡാറ്റാഗ്രാം ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സെക്യൂരിറ്റി IPv6 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം.